ആർമിയുടെ അറിയിപ്രകാരം 2 പുരുഷന്മാരും 2 സ്ത്രീകളെയും എന്നുള്ളതാണ്. പക്ഷേ അവർ അവിടെ 5 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നേരത്തെ വിജയകുമാർ പറഞ്ഞത്. വിജയകുമാർ തുടർന്നുണ്ട്. വിജയകുമാർ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടിയതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന ബലവത്തായ സംശയം ഒരിക്കൽ കൂടി റെസ്ക്യൂവിന് പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത് വിജയകുമാർ? കാശ്മീർ ആ കുട്ടിയുടെ കാലിന് പരിക്കില്ല. അവിടെ ആ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് കാലിന് നേരത്തെ തന്നെ പ്രശ്നമുള്ളതാണ്. അങ്ങനെ ഒരു കാലിന് പ്രശ്നമുള്ള ഒരു കുട്ടിയാണ് ആ കുടുങ്ങി കിടക്കുന്നതിലുള്ളത്. എന്ന് വെച്ചാൽ ഈ ഉരുൾപൊട്ടലിന്റെയോ ഈ അപകടത്തിന്റെയോ ഭാഗമായുള്ള പരിക്കല്ല, അതിന് കാലിന് കുറച്ച് പ്രശ്നമുള്ളതാണ്. എനിക്ക് ഈ വിവരങ്ങൾ തരുന്നത് ആ കുട്ടിയുടെ ആ കുടുംബത്തിന്റെ ഒരു ബന്ധു കൂടിയാണ്. ജോണിന്റെയും ജോമോളുടെയും ഒരു ബന്ധുവാണ്. അവർ എന്റെ കൂടെയുണ്ട്. ഞാൻ ഫോൺ അവർക്ക് കൈമാറാൻ ശ്രമിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഫോണിൽ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ എനിക്ക് ഈ വിവരങ്ങൾ നൽകിയത്. NDRF അങ്ങോട്ട് പോയിട്ടുണ്ട്, അവരെ കണ്ടിട്ടുണ്ട്, അവരെ സംസാരിക്കുക, അവരെ താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഈ കുട്ടിയോട് അവിടേക്ക് പോയ ആ ദൗത്യ സംഘത്തിലെ NDRF അംഗങ്ങൾ പറഞ്ഞത്. അതല്ലാതെ തന്നെ അവരെ കൊണ്ടുവരാൻ കഴിയും. അവർക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവിടുന്ന് പോയപ്പോൾ ഈ അപകടത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിക്കൊന്നും ഏറ്റിട്ടില്ല. അവർക്കുണ്ടായത് ഈ വഴിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബം ഒറ്റപ്പെട്ടതിന്റെ ഒരു പ്രശ്നമാണ്, ഒരു മാനസിക പ്രശ്നം, ഒരു സംഘർഷമൊക്കെയാണ്. അതല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതിന് കാലിന് കേട്ടില്ല അനുജ. ഈ ഒരു മേഖലയിൽ ഈ വീട് മാത്രമാണോ ഉണ്ടായിരുന്നത്, അതോ ഈ പരിസരത്തൊക്കെ മറ്റ് ആളുകൾ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടോ ഇപ്പോൾ? അല്ല, ആ മേഖലയിൽ വീടുകളുണ്ട്. ആ മേഖലയിൽ വീടുകൾ ഉള്ളതിൽ ഏറ്റവും ഒടുവിലുള്ള വീടുകളിൽ ഒന്നാണ് ഇവരുടേത്. അപ്പോൾ അവിടെ ആ വീടുകൾ ഉള്ളത് ഏറ്റവും ഒടുവിലാണ് അവരുടെ വീട്. ആ വീട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഏതാണ്ട് ഒരു കൃഷി തോട്ടത്തിലൂടെ, എന്ന് വെച്ചാൽ കുറച്ച് വനസമാനമായ കാടിന് സമാനമായ വഴിയിലൂടെ പോകണം. അപ്പൊ അവരങ്ങനെ ഒറ്റപ്പെട്ട് മൂലമുണ്ടായ പ്രശ്നങ്ങൾ മാത്രമേ അവർക്കുള്ളൂ എന്നാണ് അവരുടെ ബന്ധു കൂടിയായ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. അവരാണ് എന്നോട് 5 പേരുടെ 5 സംഘം 5 കുടുംബം എന്നോട് പറഞ്ഞത്. അവർക്ക് അതിൽ ജോമോള്, അതിൽ ജോൺ, അത് 2 പേരുമാണ് ഈ കുട്ടി നൽകിയ വിവരം അനുസരിച്ച് അവിടേക്ക് NDRF സംഘം പോയിരിക്കുന്നത്. അവർക്ക് കാലിന് പരിക്കേൽക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. കാലിന് പരിക്കേറ്റതല്ല, അവർക്ക് നേരത്തെ തന്നെ ആ കുടുംബത്തിൽ ഒരു കുട്ടിയുടെ കാലിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരെ അല്പസമയത്തിനകം ഇവിടേക്ക് താഴേക്ക് കൊണ്ടുവരും. അതല്ലാതെ എയർലിഫ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് താഴെ, അതായത് ഈ ബന്ധുവിനോട്, വിവരം കൊടുത്ത ബന്ധുവിനോട് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനെത്തിയ NDRF സംഘം പറഞ്ഞത്. ഹാഷ്മി, ഉറപ്പായും ആരെങ്കിലും ഒരു ഫൗണ്ട് അലൈവ് എന്നൊരു മെസ്സേജ് കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ് ഈ മണിക്കൂറുകൾ. അതിനുള്ള പ്രതീക്ഷകൾ തീർന്ന് ഇനി ആരുമില്ല. ഇനി അവിടെ മൃതമനുഷ്യർ മാത്രമേ ഉള്ളൂ, ജീവനോടെ ആരുമില്ല. ജീവൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ, ഒരു കിരണം അവിടെ ഇല്ല എന്ന് നിരാശപ്പെടുത്താണ് പടവെട്ടിക്കുന്ന പ്രദേശത്തു നിന്നും 4 പേരെ ജീവനോടുകൂടി താഴേക്ക് എത്തിച്ചിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നത്. ഒരു കുട്ടിയുടെ കാലിന് പരിക്കെന്ന് പറഞ്ഞത്, പക്ഷേ അതിന് ബന്ധു വിജയകുമാരോട് പറയുന്നത് പരിക്കല്ല, ആ കുട്ടിക്ക് കാലിന് എന്തോ നേരത്തെ പ്രശ്നമാണ്. അപ്പോൾ പരിക്കൊന്നുമില്ലാതെ പടവെട്ടിക്കുന്നതിൽ ഈ 4 ദിവസങ്ങൾ അവിടെ അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന 4 പേർ അവിടെ വീടുകളാണ്. ആ വീടുകളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. അകപ്പെട്ടവരല്ല, അതിന് ഒറ്റപ്പെട്ടു പോയ ഒരു വീടുകളുണ്ടായിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അവർക്ക് ആ തരത്തിലേക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 4 ദിവസമായി അവർ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. അവരെ ഇപ്പോൾ തിരികെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 4 പേർ എന്ന തരത്തിലേക്ക് ജോണിന്റെയും ജോമോളിന്റെയും കുടുംബം, 2 കുട്ടികൾ കൂടിയുണ്ട്. കുട്ടികൾക്ക് കാലിന് ഗുരുതര പരുക്ക് എന്നതായിരുന്നു നേരത്തെ വന്ന വിവരം. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഏതായാലും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 4 ദിവസം അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കതും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തി എയർലിഫ്റ്റിംഗിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വിജയകുമാർ നൽകിയ വിവരം. കൂടി ചേർന്നു. നമ്മൾ ഈ സമയം അത്രയും വലിയ വേദനയുടെ വാർത്ത പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ കഴിഞ്ഞ സമയത്ത് ഒരു പ്രതീക്ഷയുടെ വാർത്ത, പടവെട്ടിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് 4 പേരെ ജീവനോടെ കൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഹാഷ്മി. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കിപ്പം ചേരുന്നു. വളരെ ഒരു വിദൂര ദൃശ്യം ഈ രക്ഷപ്പെട്ടവരുടെ കാണിച്ചു തരാൻ സുർജിത്തിനാകുമെന്ന് തോന്നുന്നു. സുർജിത്ത്, താങ്കൾക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ടോ, ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ? SKN അവരെ കാണാൻ കഴിയില്ല. കാരണം പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള റോഡ് ആക്സസ് പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ആ പ്രദേശം ഏതെന്ന് നമുക്ക് ഏകദേശം കാണിക്കാൻ കഴിയും. ആ സ്ഥലത്തെ ഞാൻ കാണിച്ചു തരാം, ഏത് മേഖലയാണെന്ന് നമുക്ക് കാണിക്കാൻ കഴിയും. ഇത് വെള്ളാർമല സ്കൂളാണ്. ഈ വെള്ളാർമല സ്കൂളിന് പിറകിൽ ഒരു റോഡുണ്ട്. ഈ വഴി സ്കൂളിൻ്റെ സമീപത്തു കൂടിയാണ് ഈ ഉരുൾപൊട്ടി ഒലിച്ച മേഖല. ആ ഒരു റോഡ് പുറകിലുണ്ട്. ആ റോഡ് നേരെ എത്തുന്നത് ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. അതായത് ആ കുന്നിലേക്ക് നമുക്കൊന്ന് പാൻ ചെയ്യാം. ആ കുന്ന് ഈ ഭാഗത്താണ്. ആ കുന്ന് 1.5 കിലോമീറ്ററാണ് റോഡ് മാർഗമുള്ള ആ പടവെട്ടിക്കുന്നിലേക്കുള്ള ദൂരം. അതായത് സ്കൂളിൻ്റെ തൊട്ട്
പിറകിലായുള്ള ആ കുന്നിൻ്റെ മുകളിലാണ് റെസ്ക്യൂ നടന്നിട്ടുള്ളത്. അവിടെയാണ് 4 പേർ ജീവനോടെ ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒറ്റപ്പെട്ട് ധാരാളം വീടുകൾ നമുക്ക് ആ മലയ്ക്ക് മുകളിലെല്ലാം തന്നെ ഒരു പൊട്ട് പോലെ, നമുക്ക് നേരിയ പൊട്ട് പോലെ മലയ്ക്ക് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ധാരാളം വീടുകൾ അവിടെയുണ്ട്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ സുരക്ഷിതരാണ്. അത് ഉരുൾപൊട്ടൽ ഉണ്ടായ ആ പ്രദേശത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള, ഈ ഉരുൾപൊട്ടൽ മേഖലയുടെ മുകളിലായിട്ടുള്ള മേഖലയാണ് ഈ പടവെട്ടിക്കുന്ന് അടക്കമുള്ള പ്രദേശങ്ങൾ. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ പ്രദേശങ്ങളിൽ ആളുകൾ ഇനിയുമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അവരെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ കുന്ന്. അവിടെ നമുക്ക് പൊട്ടുപോലെ കാണാം. ഒരുപാട് വീടുകൾ അവിടെയുണ്ട്. അവർക്കൊന്നും പുറത്തേക്ക് എത്താനുള്ള ഒരു തരത്തിലുള്ള വഴിയും ഇല്ലാത്ത, വഴിയടഞ്ഞ അവസ്ഥയാണ്. റോഡ് ആക്സസ് പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കാരണം അതിന് ഈ വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ട് പിറകിലൂടെ പോകുന്ന വഴിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശത്തേക്ക് എത്തുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. ആ ഉരുൾപൊട്ടലിൽ ആ റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ആ മേഖലയിലേക്ക് അവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. 1.5 കിലോമീറ്റർ അകലമുള്ള ദൂരം അവിടെയാണ് രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ആ ഉരുൾപൊട്ടലുണ്ടായ മേഖല കൂടി ഒന്ന് കാണിക്കാം. അവിടെ കുടമഞ്ഞ് നിറയുന്നുണ്ട്. ആ മേഖലയുടെ തൊട്ട് താഴെ, അതായത് അതൊക്കെ കുന്നിൻ പ്രദേശമാണ്. അവിടെ എല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളുമുണ്ട്. ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിൻ്റെ മേലെ മുണ്ടക്കൈ, ഈ പുഞ്ചിരി മട്ടം എന്ന് പറയുന്ന പ്രദേശമാണിത്. അവിടെ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ പ്രദേശത്ത് അതിൻ്റെ തൊട്ട് താഴെ ജനവാസ കേന്ദ്രങ്ങൾ, ഇതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ടാവാം. ഏലത്തോട്ടത്തിന് സമീപത്തെല്ലാം തന്നെ ജനവാസമുള്ള പല പ്രദേശങ്ങളുമുണ്ട്. അവിടെ നിന്നും ഇവിടേക്ക് വരുമ്പോൾ, അതായത് അവിടെ നിന്നും ഏതാണ്ട് ഒരു 500 മീറ്റർ. ഇപ്പോൾ ശ്രീകാന്ത് ഈ രക്ഷപ്പെട്ട 4 പേരുടെ വിവരങ്ങൾ അറിയിക്കുന്നത്. അത് ജോണി, ജോമോൾ, എബ്രഹാം ക്രിസ്റ്റി, കാഞ്ഞിരക്കത്തോട് തൊട്ടിയിൽ, അതാണ് അവരുടെ വീടെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും പടവെട്ടിക്കുന്നിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് വരുന്നത്. 4 പേരെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ജീവനോടുള്ള ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇനിയും ആളുകളെ ജീവനോടെ കണ്ടെത്താൻ കഴിയും എന്ന് ആദ്യ സൂചന നൽകുന്ന രക്ഷപ്പെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 4 പേരാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ജോണി, ജോമോൾ, എബ്രഹാം ക്രിസ്റ്റി എന്നീ 4 പേരെ സൈന്യം കണ്ടെത്തിയതായി, പടവെട്ടിക്കുന്നിൽ നിന്ന് കണ്ടെത്തിയതായി അറിയുന്നു. ഒരു സ്ത്രീയുടെ കാലിന് ചെറിയ പരിക്കുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നു. ഈ സൈന്യത്തെ കണ്ടെത്തിയ പട്ടാള ഓഫീസർ, മിലിറ്ററി ഓഫീസർ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, എന്താണ് വിവരം? പറയൂ അലക്സ് റാം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം ഈ മരണപ്പെട്ടവരുടെ സംഖ്യ അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ നിമിഷവും അനുനിമിഷവും ഈ സംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് മുഴുവൻ മലയാളികളെ ഒന്നടങ്കം വേദനിപ്പിക്കുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വിവരം വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയും കാണാമറയത്ത് എത്ര മനുഷ്യരുണ്ട്, ആ മനുഷ്യർക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾ, അവരുടെ ഉറ്റവർ, അവരുടെ ഉടയവർ എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്കറിയാം. ഏതാണ്ട് 200-250 മുകളിൽ ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് വിവരം. ആ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, സൈന്യം അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് 4 പേരെ പടവെട്ടിക്കുന്നിൽ ജീവനോടെ കണ്ടെത്തി എന്നുള്ളത്. അവരെ ഒരുപക്ഷെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രളയം അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ചില്ലായിരിക്കാം. പക്ഷേ ഈ 4 നാൾ ഈ വലിയ പേമാരിയിൽ, വലിയ മഴയിൽ അവർ ആ വീട്ടിൽ തുടരുകയായിരുന്നു. അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല, പുറം ലോകത്തേക്ക് എത്താൻ സാധിച്ചില്ല. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാർമല സ്കൂളിൽ നിന്നും അതിന്റെ വശത്തുകൂടി ഏതാണ്ട് ഒരു കുന്നായിട്ടുള്ള ഒരു മേഖലയാണ് ആ പ്രദേശം. ആ പ്രദേശത്തേക്ക് വാഹനം പോകാനോ ആ ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ തിരിച്ചെത്തിക്കാനോ ഉള്ള ഒരു സാധ്യത നിലവിലില്ലായിരുന്നു. 4 ദിവസം പിന്നിടുന്നു സൈന്യം അവിടേക്ക് എത്തുന്നത്. ഒരു ബന്ധു നൽകിയ വിവരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളെ മിസ്സിംഗ് ആണ് എന്നൊരു ബന്ധു നൽകിയ വിവരത്തെ തുടർന്ന് സൈന്യം അവിടേക്ക് എത്തി തിരച്ചിൽ നടത്തിയതിനൊടുവിലാണ് ഇവരെ കണ്ടെത്തുന്നത്. അതിലൊരു കുട്ടിക്ക് കാലിൽ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ വീട്ടിലെത്തിയ രക്ഷാ ദൗത്യസേന ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ 4 പേരെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ഈ രക്ഷാ ദൗത്യസേന, ഫയർ ഫോഴ്സ് അംഗങ്ങൾ, ഫയർ റെസ്ക്യൂ അംഗങ്ങൾ ഇവിടെ വന്ന് ഈ 4 പേരെ കണ്ടിരുന്നു. ഇവരോട് ഈ അപകടം പിടിച്ച സ്ഥലമായതുകൊണ്ട് ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ അവർ തയ്യാറില്ല എന്ന് രക്ഷാ ദൗത്യ
അംഗങ്ങളോട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവരവിടെ തുടരുകയായിരുന്നു. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ അവർ ശരിക്കും ഈ ഉരുൾപൊട്ടൽ അവരെ ബാധിച്ചിട്ടില്ല എന്നതാണ് കാര്യം. അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അവർ ഏതെങ്കിലും ബന്ധുവീടുകളിലേക്ക് മാറാം എന്ന രീതിയിൽ സമ്മതം പറഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും വഴിയിലൂടെ അവർക്ക് ബന്ധുവീടുകളിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ ഒരു ബന്ധുവീടുകളിലേക്ക് മാറും എന്നാണ് ഏറ്റവും അവസാനം വിവരം ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പടവട്ടിക്കുന്നിൽ ഈ രക്ഷാസേന എത്തി അവരുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ജോണി, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി എന്നീ 4 പേരെയാണ് രക്ഷാസേന കണ്ടെത്തിയത്. അപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട് കഴിഞ്ഞുപോയ ഇവരെ രക്ഷാസേന കണ്ടെത്തുകയായിരുന്നു ഇന്നലെ. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് വീണ്ടും ചേരുന്നു. അലക്സ്, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ആർമി ഓഫീസർ നമ്മോട് പറഞ്ഞത്? സൈന്യം നൽകിയ വിവരം അനുസരിച്ച് 4 പേരെ അത്തരത്തിൽ കണ്ടെത്തി. അതിൽ 2 സ്ത്രീകളുണ്ട്, 2 പുരുഷന്മാരുണ്ട്. ഒരു പെൺകുട്ടിക്ക് കാലിൽ പരിക്കുണ്ട്. എയർ ഇവാക്യുവേഷൻ ആലോചിക്കുന്നു, അതായത് എയർ ലിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ആലോചിക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. വിജയകുമാർ, ആ അലക്സ് റാം, അവിടെ ആ വീടിനടുത്ത് എവിടെയെങ്കിലും ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു ഭൂമി അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഭൂമി അല്ലാത്തിടത്താണ് നിലവിൽ എയർ ഇവാക്യുവേഷൻ സേന നടത്തിയത്, വായുസേന നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ അതിനുള്ള സാധ്യത അവർ പരിശോധിക്കുന്നുണ്ട്. അത് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബം ഇപ്പോൾ അവിടെ എത്തിയ സേനാംഗങ്ങളുമായി, NDRFന്റെ അടക്കമുള്ള സേനാംഗങ്ങളുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരങ്ങനെയെങ്കിൽ ഈ സേനാംഗങ്ങൾ തെളിച്ചുകൊണ്ടിരുന്ന വഴി അവർ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഈ എയർ ലിഫ്റ്റിങ്ങിനുള്ള കാര്യം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്. ആ ആലോചന പുരോഗമിക്കുന്നുണ്ട്. അവിടെ എവിടെ ഹെലികോപ്റ്റർ ആണെങ്കിൽ അത് എവിടെ ഇറക്കി ഈ കുടുംബത്തെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ, പുറം ലോകത്തേക്ക് എത്തിക്കാം എന്നുള്ള ആലോചന സൈനിക കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അവിടെ ഈ NDRFന്റെ ടീമംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവർ അവരോട് പറഞ്ഞത് പുറത്തു വരാം, അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ അവർ തയ്യാറാണ്, പുറത്തേക്ക് വരാൻ, ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറാൻ തയ്യാറാണെന്ന വിവരമാണ് നൽകിയിട്ടുള്ളത്. അത് ഏത് വിധത്തിൽ വേണമെന്നുള്ളതാണ്. അതിലൊരു പെൺകുട്ടിക്ക് കാലിൽ നേരത്തെ തന്നെ പ്രശ്നമുള്ളതായാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത്. അത് പരിക്കല്ല, സൈനിക വൃത്തങ്ങൾ പരിക്കാണെന്ന് പറയുമ്പോൾ അത് പരിക്കല്ല എന്ന് ബന്ധുക്കൾ തിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കുട്ടിയെ കൂടി എങ്ങനെ പുറത്തെത്തിക്കാമെന്നുള്ള